തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6:12. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് യേശു പറഞ്ഞത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. ആത്മീയ കാര്യങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ നാം ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ സൃഷ്ടിയിൽ കാണുന്നു. ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും ഓരോ ദിവസവും ജീവിതത്തിൽ അനുഭവിക്കുന്നു. ദൈവകരത്തെ അനുഭവിച്ചറിയുന്നവർക്ക് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും ദൈവത്തിൻ്റെ ഇടപെടലായി ബന്ധപ്പെടുത്താൻ കഴിയും. ഒന്നും അവർക്ക് ആകസ്മികമല്ല. മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തെ ഇടപെടലിനായി ക്ഷണിക്കാനും കഴിയും. അപ്പോൾ അസാധാരണമായ സംഭവങ്ങൾ അവർ അനുഭവിച്ചറിയും. പൗലോസ് അപ്പോസ്തലൻ ഒരു വാഗ്ദത്തം ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന തിമോത്തിയോസിനെ. നിത്യജീവനായി നീ വിളിക്കപ്പെട്ടു എന്നതാണ് ആ ഓർമ്മപ്പെടുത്തൽ. നാം ഓരോരുത്തരും നിത്യജീവൻ എന്ന ദൈവത്തിൻ്റെ അതുല്യ വാഗ്ദത്തം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഓരോ ദിവസവും അനേക മനുഷ്യരുടെ മുമ്പിൽ നാം ആ സാക്ഷ്യം ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിനായി സാക്ഷ്യം വഹിക്കുന്നത് ഒരു പദവി കൂടെയാണ്. മറ്റൊരു മനുഷ്യനോടും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വിധം അതുല്യനും അതിപരിശുദ്ധനും അത്ഭുതവാനുമായ യേശുവിനെ ലജ്ജയും മടിയും കൂടാതെ സാക്ഷിക്കുക. എന്തെല്ലാം എതിർപ്പുകളും പ്രതികൂലങ്ങളും നേരിടേണ്ടി വന്നാലും അത് തുടരുക. അതിനായി നാം പലപ്പോഴും യുദ്ധസമാന ജീവിതം നയിക്കേണ്ടി വരും. വിശ്വാസത്തിൻ്റെ നല്ല പോർ എന്നിവിടെ പറയുന്നത് ഈ ആശയത്തിലാണ്. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം അചഞ്ചലമായിരിക്കണം. എന്തൊക്കെ വില കൊടുക്കേണ്ടി വന്നാലും അല്പം പോലും പിന്നോക്കം പോകരുത്. നിരീശ്വരവാദികൾ, പ്രകൃതിവാദികൾ, പരിണാമവാദികൾ തുടങ്ങി പലരും പല ആദർശങ്ങളും അതിനെ വെല്ലുവിളിക്കും. അവയോടെല്ലാം ഏറ്റുമുട്ടേണ്ടി വരുമ്പോഴും ഈ പോരാട്ടം നന്നായി ചെയ്യുക. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മനസ്സ് ഏകാഗ്രമായിരിക്കട്ടെ. നിത്യജീവൻ്റെ വാഗ്ദത്തം നാം പ്രാപിക്കും. ദൈവം